ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കാര്യമാണ്. അതായത് ഈ വയനാട് മേഖലയിലൊക്കെ ഈ ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ ഇവർ പറയുന്നത് സർക്കാർ ഇടപെടണം, കോടതി ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുറവിളികളാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ. നമ്മളായിട്ട് തന്നെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് ഇതുപോലെ നിർത്തിയിട്ട് ഇതുപോലെ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് അവിടെ ഒരു അപകടം ഉണ്ടായി മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമില്ലേ? ഇനി കാട്ടാന നാട്ടാന, ഇവർ ഈ നാട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ ഈ നാട്ടുപൂച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം. നാട്ടുപൂച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലക്കടയൊക്കെ നടക്കുന്ന സാധാരണ പൂച്ചകൾ എന്നും പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ കാട്ടാനയും നാട്ടാനയും തമ്മിലേ? നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വയനാട്ടിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ ഈ ആന കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അവിടെ കുറേ അപകടങ്ങൾ, നാശനഷ്ടങ്ങളൊക്കെ വരുത്തുന്നു. ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ വയനാട്ടിൽ ഈ വന്യമൃഗശല്യത്തിനെതിരെ ഹർത്താലൊക്കെ ഉണ്ടായി. പക്ഷേ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉത്സവ മേഖലയിലോട്ടൊക്കെ കടക്കുകയാണെങ്കിൽ അവിടെ കാട്ടിൽ കിടക്കുന്ന ഒരു മൃഗത്തിനെ നമ്മൾ അടിച്ച് ചട്ടം പഠിപ്പിച്ച് ചങ്ങലക്കിട്ട് ഉത്സവത്തിന് കൊണ്ട് ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ നടുക്കൊണ്ട് നിർത്തും. ലക്ഷക്കണക്കിന് ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ നടുക്കൊണ്ട് നിർത്തിയിട്ട് പാട്ട കൊട്ടുന്നു. ഇതിനിടയ്ക്ക് ആന ഇടയുന്നു. ഇടഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഒരു 5-6 പേരൊക്കെ ചിലപ്പം മരിക്കും. പക്ഷേ ആ സമയത്ത് ഒരു ഹർത്താലും ഇല്ല, ഒന്നുമില്ല. അതെന്താ അങ്ങനെ? അതായത് കാട്ടിൽ നിന്ന് ഇറങ്ങി ചങ്ങലയൊന്നും ഇല്ലാതെ വന്ന് മനുഷ്യനെ ഉപദ്രവിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമ്മളായിട്ട് തന്നെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് ഇതുപോലെ നിർത്തിയിട്ട് ഇതുപോലെ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് അവിടെ ഒരു അപകടം ഉണ്ടായി മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമില്ലേ? ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കാര്യമാണ്. അതായത് ഈ വയനാട് മേഖലയിലൊക്കെ ഈ ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ, ആന ഒരു വന്യജീവിയാണല്ലോ. വന്യജീവി എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ നാട്ടാന എന്നൊക്കെ പറയുന്നുണ്ട്, അതേക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആന അവിടെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് സർക്കാർ ഇടപെടണം, കോടതി ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുറവിളികളാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ. പക്ഷേ അതേസമയം നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഈ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും കോടതി ഇടപെടുന്നു. ഇതിന് കുറച്ച് കർശന നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് നേരെ സ്റ്റേ. ആനപ്രേമികളായിട്ടുള്ളവരും ആന മുതലാളിമാരും ഒക്കെ പോയി സ്റ്റേ മേടിക്കുന്നു. പറ്റത്തില്ല, ഇങ്ങനെ നിയന്ത്രണമൊന്നും ചെയ്യാൻ പറ്റില്ല. ആനയ്ക്ക് എന്നാ പറയുക, കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത്ര മീറ്റർ മാറിയേ നിൽക്കാൻ പാടുള്ളൂ, അതാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും നടക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്നും നടക്കത്തില്ല. വയനാട് പോലെയുള്ള മേഖലകളിലേക്ക് ആന ഇറങ്ങുമ്പോഴത്തേക്കും കോടതി ഇടപെടണം, നമ്മുടെ ഭരണകൂടം ഇടപെടണം, ഭയങ്കര പുലിവാല്. ഇപ്പുറത്ത് വരുമ്പം ആരും ഇടപെടാൻ പാടുമില്ല. ഇതെന്തോന്നടേ ഇതൊക്കെ? ഇനി കാട്ടാന നാട്ടാന, ഇവർ ഈ നാട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ ഈ നാട്ടുപൂച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം. നാട്ടുപൂച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലക്കടയൊക്കെ നടക്കുന്ന സാധാരണ പൂച്ചകൾ എന്നും പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ കാട്ടാനയും നാട്ടാനയും തമ്മിലേ? നാട്ടാന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂച്ചകളൊക്കെ നമ്മുടെ ഇല്ലക്കടയൊക്കെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ വഴിക്കിടയും നമ്മുടെ വീടുകളിലേക്കിടയൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നാട്ടാന എന്ന് പറഞ്ഞൊരു സാധനം നാട്ടിൽ ജീവിക്കുന്ന ആന അങ്ങനെ ഉണ്ടെങ്കിൽ അതുങ്ങൾ നമ്മുടെ ഈ കവല വഴിയും അല്ലെങ്കിൽ ടൗൺ വഴിയും ഒക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കണ്ടേ? എന്നാൽ അത് നാട്ടാന. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്ടാന എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു വന്യജീവി ഇവിടെ കൊണ്ടുവന്ന് ചങ്ങല കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അത് നാട്ടാനയായി മാറുമോ? അറിയത്തില്ല. അപ്പോൾ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞ ആളുകൾ, ആനപ്രേമികൾ എന്ന് അവരെ പറയാൻ പറ്റുമല്ല, ആന മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വർക്ക് പിടിക്കുന്ന ആൾക്കാർ, അത്ര ദല്ലാളെന്ന് വേണേൽ കൂട്ടാം, അത്രേ ഉള്ളൂ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ പൂരപ്രേമികളാണ്. പൂരപ്രേമം എന്ന് പറഞ്ഞാൽ ഞാനും പൂരപ്രേമി തന്നെയാണ്. പക്ഷേ ഞാൻ പോകാറില്ല. കാരണം ഈ ആനയിട്ട് ഈ ഉപദ്രവിക്കുന്നതും ഈ എത്ര നേരമെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നമ്മളെപ്പോണ്ട് പോലും എത്ര നേരം നിൽക്കാനൊന്നും പറ്റുമല്ല. അതിനിട്ട് ഈ കുത്തി ഇരിക്കാൻ പോലും സമ്മതിക്കാറില്ല. ഇതൊന്നും കാണാൻ എനിക്ക് ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ പോകാറില്ല. ഇപ്പോൾ കുറേ അമ്മമാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ചിക്കൻ തിന്നുമോ ബീഫ് തിന്നുമോ, നിനക്ക് ഈ ജീവിയോട് മാത്രമുള്ള സ്നേഹമുള്ളോ എന്നൊക്കെ ചോദിക്കും. അതിനൊക്കെയുള്ള ഉത്തരമൊക്കെ ഞാൻ ഒരു 5-6 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇനിയും തെരുതരെ പറയാൻ മേല. ഇനി എനിക്ക് പറയാനുള്ളത് ഈ സാധാരണ മനുഷ്യരോടാണ്. ഈ വെളിവില്ലാത്ത ആളുകൾ കാണിക്കുന്ന ഈ പരിപാടിക്കിടയ്ക്ക് നിങ്ങൾ പിള്ളേരെ കൊണ്ടൊന്നും ദൈവത്തെ ഓർത്ത് പോകരുത്. നിങ്ങളൊക്കെ ദൈവവിശ്വാസികളായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കാൻ വരത്തില്ല, അത് ആദ്യം മനസ്സിലാക്കണം.
ആന ഇടഞ്ഞാലൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഭണ്ണാരം പോലും കാത്തു രക്ഷിക്കാൻ പറ്റുകയില്ലാത്ത ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. കള്ളന്മാർ വന്ന് എത്ര ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയൊക്കെ ഭണ്ണാരം വന്ന് അടിച്ച് കുത്തി തുറന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലും കാത്തു സൂക്ഷിക്കാൻ മേലാത്ത ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. ഇനി ആ ഭണ്ണാരമൊക്കെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ പോലും CCTV വേണം, ടെക്നോളജി വേണം, അല്ലാതെ ദൈവത്തിനെ കൊണ്ടൊന്നും ഒക്കത്തില്ല. ആ ദൈവമാണ് നിങ്ങളെ ഈ ആനയുടെ മൂട്ടിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പോകുന്നത്. അത് നടക്കത്തില്ല. സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ആനയോടുള്ള ഉപദ്രവം ഇപ്പോൾ കൂടുതലാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുക, കൊണ്ടുപോവുക, ഇത്രയൊക്കെ പരിപാടിയുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഈ സർക്കസിൻ്റെയൊക്കെ പോലെ, സർക്കസിലൊക്കെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കൈയും കാലും ഒരു കാലൊക്കെ ഇങ്ങനെ പൊക്കിക്കുക, ആൾക്കാരെ അഭിസംബോധന ചെയ്യിക്കുന്ന പോലെ ഓരോ പരിപാടികളൊക്കെ ചെയ്യിക്കുക. പിന്നെ തലപ്പൊക്കം നോക്കിക്കുക. ഈ തലപ്പൊക്കം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ആന തോറ്റു പോയി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിക്കും അവനെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് അടുത്ത ഉത്സവത്തിന് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും വിജയിക്കണം. ഈ പാപ്പാമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ മർമ്മസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ മർമ്മത്തിൻ്റെ തന്നെയാണ് ഇവന്മാർ അടിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദനയാണ്. ആ ഒരു ഭയത്തിൽ മാത്രമാണ് ഈ ആന നിൽക്കുന്നത്. പക്ഷേ ഇതിന് എപ്പോഴെങ്കിലും ഒരു ശക്തി കയറും, അന്ന് എല്ലാത്തിൻ്റെയും കാര്യം തീരുമാനമാകും. അതായത് നിങ്ങളൊന്ന് ചെയ്ത് ഒരു പൂരത്തിനൊക്കെ പോയി നിൽക്കുമ്പോൾ 10, 20, 50 ആനയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഈ സാധനം ഒരു 5-6 എണ്ണം ഇടഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്നാ ചെയ്യാനാണ്? ഈ ഉറുമ്പ് പോലെ ഇരിക്കുന്ന മനുഷ്യനെ, ഈ നരന്ത പോലെ ഇരിക്കുന്ന മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ടാ? അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. പഴയ കാലാവസ്ഥയൊന്നുമല്ല, ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മനുഷ്യൻ പൊള്ളിപ്പോവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു ആന എന്ന് പറഞ്ഞ മൃഗത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുങ്ങൾ ഇടഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.